മഞ്ഞു തുള്ളിയായൻ മനസ്സിൽ പതിഞ്ഞ മൊഴിയഴകേ ഒരു നാട്ടുപാട്ടിൻ തുടിയായി വന്ന പ്രണയമേ ഒരു മഞ്ഞു തുള്ളിയായൻ മനസ്സിൽ പതിഞ്ഞ മൊഴിയഴകേ ഒരു നാട്ടുപാട്ടിൻ തുടിയായി വന്ന പ്രണയമേ കാണാത്ത തീരത്തെ പകലായി അറിയാത്ത നോവിൻ്റെ അനുഭൂതിയിൽ തേടുന്നു നിന്നെ ഞാനെൻ ജീവനിൽ ഉരുകിയുയിരിൽ ഒന്നായിടാം ഒരു മഞ്ഞു തുള്ളിയായൻ മനസ്സിൽ പതിഞ്ഞ മൊഴിയഴകി ഒരു നാട്ടുപാട്ടിൻ തുടിയായി വന്ന പ്രണയമേ. മൊബൈൽ കമ്പനിക്കാരാ ഓരോരോ ഓഫറൊന്നും പറഞ്ഞ് എപ്പോഴും അങ്ങ് വിളിയാ ശല്യങ്ങൾ. എടിയാ ഹലോ, നിങ്ങൾ ആരാ? അത് ചേട്ടാ.
വിളിക്കുക? ഫോൺ എടുക്കാൻ എന്താ എത്ര താമസം? നിന്റെ ആ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിയില്ലേ ഞാൻ ഈ വിളിക്കുന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തെ? പിണക്കമാണോ? ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇനിയും മിണ്ടാതിരിക്കുവാണെങ്കിൽ ഞാൻ പിണങ്ങും. ഹലോ ഹലോ, എന്താടാ മിണ്ടാത്തെ? എന്തെങ്കിലും ഒന്ന് പറയടാ. ഹലോ ഹലോ. ഏട്ടാ, ഞാൻ വേണ്ട. കുറച്ച് ദിവസമായി എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇതൊരു അവിഹിത ബന്ധമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സോറി. ഇനി എനിക്ക് പറയാനുള്ളത് കൂടി ചേട്ടൻ കേൾക്കണം. ഇത്രയും കാലവും നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഏട്ടാ, മിണ്ടിപ്പോകരുത്. ഇനിയും നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ? അത്രയ്ക്ക് വിഡ്ഢിയിലടി ഞാൻ. പൊയ്ക്കോണം. നിനക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ പോയി പുറത്തോ. കൊണ്ടുപോയിക്കോ. അളിയ നമ്മുടെ സിന്ധുവിനെ നീ വിളിച്ചായിരുന്നു? ഓ, അവൾ അന്നേരെ പറയണ്ട ഇഷ്ടമല്ലെന്ന്. ആരായി കിടന്ന് വിളിക്കുന്നേ? അളിയാ നിന്നേടാ, ഇത് ഗ്യാസ് കയറി ചേച്ചില്ലയോ? ഇവളെന്തിനാ ഇപ്പം വിളിക്കുന്നേ? അവള് വീണ് കാണും. നീ എടുത്തു നോക്ക്. ചീത്ത വല്ലതും വിളിക്കാനാണോ? നിനക്കതൊരു പുതുമയല്ലല്ലോ, നീ എടുത്ത് നോക്കാം. ഹലോ ഹലോ, ഞാൻ വഴക്ക് പറയാനൊന്നുമല്ല വിളിച്ചത്. പറഞ്ഞോ. നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു. ഓ അങ്ങനെ. അതുകൊണ്ടാണ് അന്നേരം ചൂടായി സംസാരിച്ചത്. സോറി കേട്ടോ. അല്ലേച്ചി, ഹസ്ബൻഡ് ഇപ്പൊ അവിടെ ഇല്ലേ? ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ തിരിച്ചുപോയി. പോയാ? ഹസ്ബൻഡ് പോയാടാ. ഇനി കൂടെ കൂടെ അങ്ങോട്ട് വിളിക്കാലോ. പക്ഷേ ആരും അറിയരുത് കേട്ടോ. ഇല്ല, ഞാൻ മിണ്ടത്തേ ഇല്ല. പിന്നെ ഫോണിൽ കൂടി ഇങ്ങനെ സംസാരിച്ചാ മതിയോ? നമുക്കൊന്ന് കാണട്ടെ. ആഗ്രഹം കൊള്ളാം. പക്ഷെ എങ്ങനെ? നിനക്ക് ബീച്ചിലോ പാർക്കിലോ വരാൻ പറ്റുമോ? അത് വേണ്ടടാ. റിലേറ്റീവ്സ് ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി. പിന്നെ എന്ത് ചെയ്യും? നീ തന്നെ എന്തെങ്കിലും ഒന്ന് പറ. അപ്പൊ ഇനി ഒരു ഐഡിയ ഉള്ളൂ. രാത്രി ഞാൻ നിന്റെ വീട്ടിൽ വരാം. അതാവുമ്പോ ആരും കാണത്തുമില്ല. നമുക്ക് ഇഷ്ടം പോലെ ഇന്ന് സംസാരിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? വരട്ടെ? മൂളിയാ പോരാ, ഒന്ന് പറ. നീ ഒന്ന് മനസ്സ് വിചാരിച്ച നടക്കാവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ. പിന്നൊരു കാര്യം, വരുമ്പോ രാത്രി വന്നാ മതി. അതത്രേ ഉള്ളൂ. കുറച്ചിരുട്ടിയിട്ട്. അല്ലേലും വെളിച്ചം എനിക്ക് ഇഷ്ടമല്ലേ. എന്നാ ഞാൻ വെക്കുവന്നേ. അവള് രാത്രി ചെല്ലാൻ പറഞ്ഞ അളിയാ. രാത്രി സൂര്യൻ ഉദിക്കാതിരുന്നാ മതിയായിരുന്നു. ഞാൻ ഒന്ന് മുള്ളിയിട്ട് വരാം. ജംഗ്ഷൻ കഴിഞ്ഞു ആ വളവ് തിരിഞ്ഞു മുന്നോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന മതിലുള്ള വീട്. മതിലിന്റെ ഇടതുവശത്തൂടെ താഴേക്കിറങ്ങി മതില് ചാടി വന്നാ മതി. അതാവുമ്പോ ആരും കാണത്തില്ല. കണ്ട് ഒരു പിങ്ക് കളർ വീടല്ലയോ? അതെ. എടാ, ആ കാണുന്ന വീടാണെന്നാ തോന്നുന്നേ. നിർത്തിയേ. എടാ നിർത്തടാ. അറപ്പിക്കാതടാ. എടാ ചവിട്ടി അവളെ വീടിനകത്ത് കയറ്റാൻ. നിർത്തടാടെ. ഇറങ്ങളിയാ. നീ ഇവിടെ പോവാ? അല്ല, ഞാൻ കൂടെ വരണ്ടേ? നീ ഇപ്പം വരണ്ട, ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി. നീ വണ്ടി ഇവിടെ ആരും കാണാത്തത് മാറ്റി വെക്ക്. പോടാ. നീ കൊണ്ട് വെച്ചിട്ട് എടാ ചുമ്മാ ഇവിടെ പോട്ട് പോടാ. ഞാൻ പറയണ കേക്ക്. നീ വണ്ടി എവിടെയാണ് മാറ്റി വെക്ക്. എന്നിട്ട് അവിടെ കാണാൻ നിൽക്കേ. ചേട്ടാ, വല്ലാതെ അങ്ങ് ആശിക്കുകയും ചെയ്തു.
പാമ്പൊന്നും കാണല്ലേ. അയ്യോ എന്തുവാടി ചൈനയുടെ വന്മതില. ഇതൊക്കെ കേറിയിട്ട് ഇനി ഉറക്കമേ നടക്കും. ഇത് എവിടുന്നാ തുടങ്ങണ്ടേ? എക്സ്ക്യൂസ് മീ, ഗീവ് മീ വേ. നീ എവിടെ കയറി പോവോ? ഇഞ്ഞ മാറി നിക്ക്. എനിക്കും കാരണം. ഞാൻ കേറിയിട്ട് നീ കേറിയാ മതി. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് കരിഞ്ഞ് കരിപാടിച്ച് കേറി വന്നേക്കുക. കേറാം അങ്ങോട്ട്. അയ്യോ ഒന്ന് കേറാം. തോളെ കേട്ടടേ. എന്തോടെ ആകാശത്തെത്തിയ ഞാന്. എടാ എന്നെ കൂടെ. കിടന്ന് ബഹളം വെക്കാതിരി. നാട്ടുകാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നിക്കറി ഇട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷൻ നിൽക്കാം. മിണ്ടരുത്. ഞാൻ പോയിട്ട് സിഗ്നൽ തരാം, എന്നിട്ട് നീ വന്നാ മതി കേട്ടോടാ. അയ്യോ ചാണക്കുഴിയിൽ വന്ന വീണേ അളിയ. ഹേ, അമിതാഭ് ബച്ചൻ കിട്ടിയൊരു മതിലും. ഹലോ, മതിൽ ഞാൻ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി എങ്ങനാ? പുറകിലൂടെ വലതുവശത്തേക്ക് വരുമ്പോൾ ഒരു ജനലുണ്ട്. അത് തുറന്ന് കൈ അകത്തേക്കിട്ട് ഡോറിന്റെ ലോക്ക് എടുത്ത് അകത്തേക്ക് കയറി പോരെ. ശരി ശരി. ശബ്ദമൊന്നും ഉണ്ടാക്കല്ലേ. ഓക്കെ അടി. പണി കിട്ടി. എന്തുവാടാ ഇത്? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. വീടല്ലേ? എന്തുവാടാ ഇത്? നീ അവിടുന്ന് റെഡിയായി വന്നാ? അതെന്താടാ? നിന്റെ മുണ്ടെന്തിയേ? എന്റെ മുണ്ടിവിടെ. എന്റെ അടുത്താണോടാ ചോദിക്കുന്നേ? പോയി മുണ്ടെടുത്തോണ്ട് വാടാ. അത് ഈ മുണ്ടൊക്കെ വേണോ? അതൊക്കെ പറയടാ പുല്ലേ. നിന്റെ കുഞ്ഞമ്മയുടെ വീടൊന്നുമല്ല, കണ്ട പെണ്ണുങ്ങളുടെ വീടാ. മിണ്ടരുത്. പോയി മുണ്ടെടുത്തോണ്ട് വാടാ. വേണോളിയാ? എടാ പോടാ, പോയി മുണ്ടെടുത്തോണ്ട് വാടാ. പോടാ പോടാ പോടാ, പോ, പെട്ടെന്ന് പോ. എന്റെ ദൈവമേ, ഇവനെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. മാക്സി. അടുത്ത ജന്മത്തിലെങ്കിലും ഈ മാക്സി ആയിട്ട് ജനിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. കറക്റ്റ് സൈസാണല്ലോ. അയ്യോ. ഇതെന്തുവാടേ, ഫ്ലാറ്റാ? നീ ഇവളുടെ റൂം ഞാനെങ്ങനെ കണ്ടുപിടിക്കും? വിളിച്ചേ പറ്റൂ. വേറെ റൂമിലെങ്ങാനും കയറി കഴിഞ്ഞാൽ പണി കിട്ടൂ. ഹലോ, ഞാൻ അകത്ത് കയറി. ഇതിലേത് റൂമാടി? യോ, താഴെ കിടന്ന് ബഹളം വെക്കല്ലേ.
എൻ്റെ റൂം മുകളിലത്തെ നിലയിലാ. സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോൾ രണ്ടാമത്തെ റൂമാ. കയറി പോരെ. ശരി ശരി. എന്റെ അമ്മോ, ഇപ്പൊ എല്ലാം തോലഞ്ഞേന്. ഒന്ന്, രണ്ട്, ഇത് തന്നെ അവളുടെ മുറി. ഇങ്ങോട്ട് നോക്കി, ഇതാരാ വന്നേക്കണ. മുട്ടി നോക്കിയാലോ? വേണ്ട, മൂളി കാണും. ഓ, പോയി കിടന്നുറങ്ങു പോവേ. ഡമോ ആരാ? കഥവ് തുറന്നിട്ട് പരിപാടിയാ. ഓ, ബാത്റൂമില്. ആര്? ഞാനല്ല. മുട്ടയെന്ന് വരിഞ്ഞില്ല. വാടവിടെ അങ്ങോട്ടോ ഓട്ടിക്കാറിയേക്കുന്ന രണ്ടെണ്ണം കൂടെ. നീ അടിക്കില്ല സാറേ. നീയാ? എന്തുവാടേ ഇത്? എന്ത് കത്തിയിരിക്കുന്നേ? എടാ മഹാഭാവി, ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാൻ അതുവഴി എങ്ങനെ ഓടിപ്പോയനല്ലോടാ. അയ്യോടാ, ആർത്തി മൂത്ത് കേറി വന്നിട്ട് നിന്റെ അടുത്ത് അന്നേരെ പറഞ്ഞല്ലയോ വിളിച്ചിട്ട് വന്നാ മതിയെന്ന്. അയ്യോ, മതിയായിരുന്നു. ഇങ്ങനൊക്കെ ഉണ്ടാവുന്ന ആരെങ്കിലും അറിഞ്ഞോടാ? അല്ലടാ, സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഇയാൾ ആരാ? നമ്മളോടൊരു പെണ്ണല്ലേ വരാൻ പറഞ്ഞു. എന്നിട്ട് അവളെ വരാ? അതൊക്കെ തന്നെ അളിയാ ഞാനും ആലോചിക്കുന്നേ. മൊത്തത്തിൽ എന്തോ സംതിങ് റോങ് ഉണ്ടാടാ. എന്തൊക്കെയായിരുന്നു മറ്റേ? കണ്ടു സംസാരിക്കണം, കെട്ടിപ്പിടിക്കണം, ഉമ്മ നോക്കണം. എട്ടിന്റെ പണി കിട്ടിയപ്പോ സമാധാനമായാലോടാ. ദ്രോഹിയാടാ. സന്തോഷമായി. കേറി വന്നിട്ട് നോട്ടം നോക്ക്. നോക്കടാ, അങ്ങനെ പോലീസിനെ വിളിക്കുന്നു. ദൈവമേ, ഉള്ള കാര്യം പറയടാ. ചേട്ടാ, നിങ്ങൾ പറയുന്നത് കേക്ക് കേട്ടാ. സത്യയോട് ഞങ്ങൾ മോട്ടിക്കാൻ വന്നില്ല. മോട്ടിക്കാൻ വന്നല്ല ചേട്ടാ, ഷുവർ. മോട്ടിക്കാൻ വന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ വന്നത്? പറയടാ, പറ. ഫോണിൽ കൂടെ വിളിച്ച ചേച്ചി ഇവനെ കാണണമെന്ന് പറഞ്ഞു. ആ ചേച്ചി പറഞ്ഞിട്ടാ ഞങ്ങളോട് വന്നേ. ഏത് ചേച്ചി? ഫോണിൽ കൂടെ പരിചയപ്പെട്ട ചേച്ചി. ആ ചേച്ചിയെ പറഞ്ഞു ഇവനെ കാണണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. നിങ്ങളാണല്ലേ ഞാൻ സംശയിച്ച അവളുടെ ജാരന്മാർ? അയ്യോ, ഞങ്ങൾ ജാരനൊന്നുമല്ല. ഞങ്ങൾ ഇനുമ്പ ചേച്ചിയെ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടാണോ നിങ്ങളെ അവളെ വിളിച്ചു വരുത്തിയത്? ഇനി ഇവനെ പറഞ്ഞു പറ്റിക്കാന്ന് വിചാരിക്കണ്ട. വിളിക്ക്, എന്നിട്ട് പറ നിങ്ങളിവിടെ എത്തിയെന്ന്. അവളുടെ പ്ലാൻ എന്താണെന്ന് ഞാനും കൂടി ഒന്ന് അറിയട്ടെ. അപ്പൊ ചേച്ചി ഇവിടെ ഇല്ലേ? വിളിക്കാനാടാ പറഞ്ഞേ? വിളിക്കടാ, വിളിക്കടാ, വിളിക്കടാ. ഈശ്വര, സത്യമായിട്ടും ചേച്ചി പറഞ്ഞ ഞങ്ങളോട് വന്നേ. എന്തുവാടാ ഇത്? പറയടാ, ഈ നമ്പർ എവിടെ നിന്ന് കിട്ടി? പറയടാ. അത് ഇവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നാ. അതൊരു തമാശക്ക് വേണ്ടി വിളിച്ചു തുടങ്ങിയതാ. എന്നിട്ട് പറയാൻ
പണ്ടാരടങ്ങാൻ. ഓ, ഇവളെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഇതിപ്പോ എന്തുവാ ചെയ്യുന്നേ? ഹലോ ഹലോ, മോളോട് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഹലോ ഹലോ, കേൾക്കുന്നില്ല. ഇവളുമാരെ വീഴ്ത്താനല്ല പാട്, അവോയ്ഡ് ചെയ്യാനാ. തന്നെ ഓടാ, ഡാ, ഡാ. കുലുക്കാതെ ഓടാ. നീ ആരോടാ സംസാരിക്കുന്നേ? ഹലോ ഡാ, മതിയുടെ പോലെ നിർത്ത്, ക്ലാസ്സിന് പോവാം. പോരാ. ഓ ശരി ശരി. ആ ദൈവമേ, കാലവണം കയറി വരല്ലേ. പേക്കേടി വല്ല ആണോ ആവല്ലേ? പെണ്ണിനെ എടുക്കണേ. ഹലോ. നശിപ്പിച്ച്. അത് പിന്നെ ചേട്ടാ, സുരേഷ് ചേട്ടന്റെ വീടല്ലേ? അതെ, സുരേഷ് ചേട്ടന്റെ വീടാ. അയ്യോ, ആണോ? അത് പിന്നെ സുരേഷ് ചേട്ടനെ ഒന്ന് ഫോൺ കൊടുക്കാമോ? സുരേഷ് ചേട്ടനാ സംസാരിക്കുന്നേ. അയ്യോ, സുരേഷ് ചേട്ടൻ തന്നെ സംസാരിക്കുന്നേ. ചേട്ടാ, പിന്നെ ഭാര്യയ്ക്കും കൊച്ചിനൊക്കെ സുഖമാണോ? വെച്ചിട്ട് പോടാ ഞാൻ ഇന്റെ മോനെ. ദൈവമേ, ഇനി തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി തിരിച്ചു വിളിക്കണമെന്നോ? ഹലോ ഹലോ, വിസ്മയ ഗ്യാസ് ഏജൻസി അല്ലേ? ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്യാസോ? എന്ത് ഗ്യാസ്? ഗ്യാസ് ഏജൻസി അല്ലേ? ഓ സോറി. ഹലോ, നിക്ക് വെക്കല്ലേ പോയാ. ആരാടാ? ഏതോ ഒരു പെണ്ണളിയാ വിളിച്ചിട്ട് ചോദിക്കുക ഗ്യാസ് ഏജൻസി ആണോന്ന്. നിനക്ക് ഗ്യാസ് നിറച്ചു കൊടുക്കാരെന്ന് പറയാറുന്നില്ലേ? അതിനു മുമ്പിട്ട് കട്ട് ചെയ്തറാ അവള്. നീ വിളി. അത് വേണോ? വിളിക്കടാ, ഒന്ന് വേഗം അങ്ങോട്ട് വിളിക്കളി. റിങ്ങുണ്ട്. അവള് കട്ടി വിളിയാ. മുട്ടുവിൻ തുറക്കപ്പെടുന്നില്ല അളിയാ, നീ മുട്ട്. സൗണ്ട് കേട്ടിട്ട് വലിയ കുഴപ്പമില്ല അളിയാ. ഞാനിത് മുട്ടി തുറക്കും അളിയാ. അത്രേ ഉള്ള അളിയാ. വീണ്ടും കട്ട് ചെയ്ത് അളിയാ. എന്നാ നീ ധൈര്യമായിട്ട് വിളി, ഞാൻ പോയി എന്തെങ്കിലും തിന്നാ ഉണ്ടാക്കട്ടെ. ഷോ, ഇതൊരു ശല്യമായല്ലോ. കാണിച്ചു കൊടുക്കാം. ഹലോ, നിങ്ങക്ക് എന്താ വേണ്ടത്? ഒന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ കമ്പനി ഫ്രീ ആയിട്ടായി ഗ്യാസ് ഒക്കെ നിറച്ച് കൊടുക്കുന്നേ. ദേ കൂടുതൽ കളിക്കല്ലേ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുക്കും. എന്നാ പറഞ്ഞോളൂ. എന്തൊരു ശല്യം ഇത്. മേഡം തന്നെയല്ലേ ഗ്യാസ് ഉണ്ടോ ചോദിച്ചു ഇങ്ങോട്ട് വിളിച്ചത്. അതിന് ഞാൻ ഉണ്ടെന്നും പറഞ്ഞു. ഹേ മിസ്റ്റർ, നിങ്ങളോട് പറഞ്ഞില്ലേ നമ്പർ മാറിയതാന്ന്? പിന്നെ എന്തിനാ എങ്ങനെയാണെന്ന് വിളിക്കുന്നേ? ഗ്യാസ് ഉണ്ടോന്ന് ചോദിച്ച് ഇങ്ങോട്ട് വിളിച്ചത് മേഡം അല്ലേ? ഞാൻ നിറച്ച് തരാമെന്ന് പറയുകയും ചെയ്തു. അതിനെന്താ തെറ്റ്? ഗ്യാസ് നിറയ്ക്കണമെന്ന് ചോദിക്കുന്നത് ഒരു ശല്യം ചെയ്യലാണോ മേഡം? ഈ നാട്ടിൽ എത്രയോ പേര് സിലിണ്ടർ ഇല്ലാതെ കഷ്ടപ്പെടുന്നെന്ന് അറിയാമോ? എന്തൊരു ശല്യം ഇത്. മച്ചൂടാ, അവളെന്നെ ശല്യം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തടാ. നീയേ ഒരു ലിമിറ്റ് വെച്ച് പറയണം. പിന്നെ വിളിച്ചൊരു സോറി പറ. വേണോ? പറ. ഒന്നുകൂടെ വിളിക്കല്ലയോ? ചേട്ടാ, ഈ പഞ്ചാര, എടാ പഞ്ചാര എന്തിടാ? പഞ്ചാര ആ ട്രേഡ് അടി ഇരിപ്പുണ്ട് കേട്ടാ. ആവശ്യത്തിൽ കൂടുതൽ നീ ഒലിപ്പിക്കുന്നുണ്ടല്ലോ പഞ്ചാര. ഉറുമ്പൂടിയ. എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുക, ഫോൺ എടുക്കാൻ എന്താ എത്ര താമസം? നിന്റെ ആ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിയില്ലേ ഞാൻ ഈ വിളിക്കുന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ ചേടാ. അപ്പോ നിങ്ങളായിരുന്നല്ലേ ഫോൺ കൊണ്ട പിന്നിൽ? കുടുംബം കലക്കാറങ്ങിയിരിക്കുന്ന ചെറ്റകള്. നീയൊക്കെ വിളിച്ച് ശല്യപ്പെടുത്തിയ ഈ നമ്പർ ആരുടേന്ന് അറിയോ? എന്റെ ഭാര്യയുടേത്.
നിങ്ങൾ തമാശ കാണിച്ചപ്പോ നഷ്ടമായത് ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതമായിരുന്നു. അറിയോ? സോറി ചേട്ടാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളോട് ക്ഷമിക്കണം ചേട്ടാ, ഞങ്ങൾ ഒരിക്കലും ഇനി ആവർത്തിക്കത്തില്ല. ആവർത്തിക്കില്ല. ജീവിക്കാൻ കൊതിക്കുന്നവർക്ക് ജീവിതം ഒരു തമാശയല്ല. ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. ചേട്ടാ ചേട്ടാ ഇത് എങ്ങനെ കെട്ടഴി ഒയ്ക്കോണോടുന്നു. അയ്യോ കെട്ടഴിച്ചു സോറി അളിയാ. പെട്ടെന്നോ ചേട്ടാ. പോവോ. ടോർച്ച് വേഗം വാടാ. അറിയാതെ അറിയാതെ അവരകലും, അറിയാതെ അറിയാതെ അവരകലുന്നു, ആരോ അറിയാതെ ഈ ദുരമ്പേറ്റ് ഇരുമനം പിടയുന്നു. ഓർമ്മതൻ ചെപ്പ് വീണുരുളുന്നു വിരഹത്തിരമാലയിൽ. അറിയുമോ നീ, ഇനി അറിയുമോ, എൻ മനം തേടുന്നു നിന്നെ മാത്രം. എൻ മനം തേടുന്നു നിന്നെ മാത്രം. ഹലോ, ഇത് രമേശന്റെ വീടല്ലേ? സോറി, റോങ് നമ്പർ. പിന്നെ ആരുടെ വീടാ? അല്ലാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ചൂടാവാതെ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാന്നേ. സംസാരിക്കാൻ ഞാൻ തന്നെ ഭാര്യയാണോ? ദേ, കൂടുതൽ കളിക്കല്ലേ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും. എടീ, നിന്റെ ഹസ്ബൻഡിനോട് പറയാനുള്ളത് എല്ലാം പറഞ്ഞിട്ടാ ഞാൻ നിന്റെ വീടിന്റെ മുൻപിൽ വന്നിരിക്കുന്നത്. ഒന്ന് ഇറങ്ങി വാടി. എന്നാ പറയടി. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കാൻ ഇത്തിരി ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും വരില്ലായിരുന്നല്ലോ. പോടി കഴുതേ. ആ ചെറുക്കന്മാരെ എന്റെ മുന്നിലേക്ക് വിട്ട് ഇത്രയ്ക്ക് കുരങ്ങ് കളിപ്പിക്കണ്ടായിരുന്നു. ഓ, എന്തൊരു സഹതാപം. ഇത്രയും സഹതാപം ഭാര്യയായി എന്നോട് കാണിച്ചില്ല. ഇനി ഗ്യാസ് കറക്കേണ്ടപ്പോ പറഞ്ഞാൽ മതി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മനസ്സിൽ പതിഞ്ഞ മൊഴിയഴകി ഒരു നാൾ